ഭരണഘടനയിൽ മൗലികാവകാശങ്ങളാണ് ഇന്നത്തെ ഹോട്ട് ടോപ്പിക്. 10th പ്രിലിംസ് എക്സാമുകളിൽ 47 തവണയാണ് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതെല്ലാം തന്നെ ഏറെക്കുറെ സമാന സ്വഭാവമുള്ളതാണ്. നമുക്കിത് കാണാം. 10th ലെവൽ എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഹോട്ട് ടോപ്പിക് പഠിച്ചെടുക്കലാണ് ഈ സീരീസിന്റെ ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ ഭരണഘടനയിൽ നിന്നുള്ള മൗലികാവകാശങ്ങളാണ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ എം വി. വിൻഡോസ് 2 പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നമുക്ക് ഫ്രീ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിൽ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഡെയിലി യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഡെയിലി എക്സാംസ് ഉണ്ട്. അതിൻ്റെ PDF നോട്ട്സ് 2-3 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ അതേ ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് 2-3 ആഴ്ചകൾ കൂടുമ്പോൾ എങ്ങനെയാണ് കോഴ്സുകൾ, ഈ ഫ്രീ കോഴ്സുകൾ പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ലൈവ് ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെയും കൂടി നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് 2 തരത്തിലാണ് പോവുക. അതാത് എക്സാമുകൾക്ക് മുമ്പായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ്. ഇപ്പോൾ 10th പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ. മറ്റൊന്നൊരു വിഷയം ആഴത്തിൽ പഠിച്ചു പോവുക. അതുവരെയുള്ള മുഴുവൻ PSC ചോദ്യങ്ങളും അതിൻ്റെ ട്രെൻഡും പഠിച്ചു പോവുക. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രോഗങ്ങളും രോഗകാരികളും. 4-5 ദിവസമായി തുടങ്ങിയത്. ഒരു 10-15 ദിവസത്തിനുള്ളിൽ തീരും. അപ്പം നിങ്ങൾക്കും പഠിക്കാം. എന്നിട്ട് അതിലെ മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു യൂട്യൂബ് ലൈവ് ക്ലാസ്സും കിട്ടും. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ ചേരാൻ ഫ്രീ ആണ്. നമ്മുടെ താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ മൗലികാവകാശങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ നോക്കൂ, മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. ശരിയാണ്, മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണെന്നും രക്ഷകൻ സുപ്രീം കോടതിയാണെന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ എ എന്നുള്ള പ്രസ്താവന ശരിയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതും ശരിയാണ്. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അതും ശരിയാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. അതാണ് തെറ്റ്. മൗലികാവകാശങ്ങൾ ജസ്റ്റിഫയബിൾ ആണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം ആ മൗലികാവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടാൻ. ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ഭാഗവും ഒരു മൗലികാവകാശമാണ്. നമുക്ക് 6 മൗലികാവകാശമാണുള്ളത്. അതിൽ 6ാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. അതായത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാനുള്ള അധികാരം. അതുകൊണ്ടാണ് അത് ജസ്റ്റിഫയബിൾ എന്ന് പറയുന്നത്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ജസ്റ്റിഫയബിൾ അല്ല. അത് നിഷേധിക്കപ്പെട്ടാൽ നടപ്പിലാക്കി കിട്ടാൻ നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് LGS എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. 5 തരത്തിലുള്ള റിട്ടുകളാണുള്ളത്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. അപ്പോൾ ആ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. പൗരന്മാരുടെ മേൽ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താനും അധികാരം പാർലമെന്റിനാണ്. മൗലികാവകാശങ്ങളിൽ മാത്രമല്ല, ഭരണഘടനയിലും ഭേദഗതി വരുത്താനുള്ള അവകാശം പാർലമെന്റിനാണ്. ഏതൊരു ജനാധിപത്യ സംവിധാനത്തിലും 3 തരത്തിലുള്ള ആധുനിക ജനാധിപത്യ സംവിധാനത്തിനും 3 തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു സംവിധാനത്തെയാണ് പാർലമെന്റ് എന്ന് നമ്മൾ പറയുന്നത്, അഥവാ നിയമനിർമ്മാണ വിഭാഗം. ആ നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന ചുമതല നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്, അതിൻ്റെ ചുമതല ആ ഗവൺമെന്റിന്റെ നയപരിപാടികളും നിയമങ്ങളും പദ്ധതികളും നടപ്പിലാക്കുക എന്നുള്ളതാണ്.
കാര്യനിർവഹണ വിഭാഗം നടപ്പിലാക്കുന്ന വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമം നടപ്പിലാക്കുന്ന വിഭാഗമാണ്. മറ്റൊന്നാണ് നീതിന്യായ വിഭാഗം. സ്വതന്ത്രമായ ഒരു നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. അധിക ജനാധിപത്യ രാജ്യങ്ങളിലും ഇന്ത്യയിലുമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പരമാധികാര നീതിന്യായ സ്ഥാപനം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അതിന് താഴെ സംസ്ഥാന കോടതികൾ, അതിന് താഴെ ജില്ലാ കോടതികൾ, അങ്ങനെ പോകുന്നുണ്ട്. മുൻസിഫ് കോടതി, അങ്ങനെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇതൊക്കെ 9ാം ക്ലാസ്സിലെ പാഠത്തിലുണ്ട്. ഏത് പാഠഭാഗത്തിലാണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. നമുക്ക് ഓൺ ദ വേ പറയാം. ആ പാഠം നിങ്ങൾ പഠിച്ചിരിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണയും കിട്ടും. അപ്പോൾ പാർലമെന്റിന്റെ ചുമതല എന്താ? നിയമനിർമ്മാണമാണ്. ഇന്ത്യയിലെ പരമമായ നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യയിലെ പരമമായ നിയമം ഇന്ത്യൻ ഭരണഘടനയാണ്. ഭരണഘടന നമുക്ക് ഭേദഗതി ചെയ്യാൻ പറ്റും. ഭരണഘടന ഭേദഗതി ചെയ്യാം എന്നുള്ള ആർട്ടിക്കിൾ, ആ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ആർട്ടിക്കിൾ 368 ആണ്. ഭരണഘടന 3 തരത്തിലാണ് നമുക്ക് ഭേദഗതി ചെയ്യാൻ പറ്റുക. ആ 3മായി ബന്ധപ്പെട്ട് ആലോചിച്ചാൽ മതി. 3ന്റെ ഇരട്ടി 6, പിന്നെ 2 3 ചേർന്നാൽ 8. ഭരണഘടന എത്ര തരത്തിൽ നമുക്ക് ഭേദഗതി ചെയ്യാം? 3 തരത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യാം എന്നുള്ള ആർട്ടിക്കിൾ 368. പരമമായ നിയമം ഭരണഘടനയായതുകൊണ്ടും നിയമനിർമ്മാണം പാർലമെന്റിനായതുകൊണ്ടും ആ കാര്യം തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഭരണഘടനയ്ക്ക് ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ആ പാർലമെന്റിന് തന്നെയാണ് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള അധികാരവും. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗമാണ്, ഭരണഘടനയിലെ 3ാമത്തെ ഭാഗം. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇവിടെ ചോദ്യം വന്നിരുന്നത്, നമ്മൾ എന്തായിരുന്നു നമ്മുടെ ചോദ്യം വന്നിരുന്നത്? ഒരു മിനിറ്റ്. ചുവടെ ചേർക്കുന്നതിൽ അപ്പൊ അവിടെ പറഞ്ഞത് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണം റിട്ടുകളാണ്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുമുള്ള അധികാരം പാർലമെന്റിനാണ്. മറക്കണ്ട, മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ, ഭരണഘടന ഭേദഗതി വരുത്താനുള്ള അധികാരം പാർലമെന്റിനാണ്. ചുവടെ ചേർക്കുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സ്വത്തവകാശം ഒരു മൗലികാവകാശമാണ്. ഇത് തെറ്റാണ്. എന്തുകൊണ്ട് എന്ന് പറയാം. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ശരിയാണ്. സ്വത്തവകാശം മൗലികാവകാശവും നിയമാവകാശവുമാണ്. തെറ്റാണ്. ഇവിടെ 2 മാത്രമാണ് ശരി. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓൺലി 2 എന്നാണ്. ഞാനിവിടെ വിട്ടുപോയതാണ്. ഇവിടെ ഒരു ആൻസറും കൂടി ഉണ്ടാവും, ഓൺലി 2. ശരിയായ പ്രസ്താവന ഓൺലി 2 ആണ്. ഇവിടെ ഓൺലി 2 ആയിരിക്കും. അവിടെ ഉണ്ട് എ ആണ് ഓൺലി 2. അതുകൊണ്ട് എ ആണ് ശരിയായ പ്രസ്താവന. എന്താണ് സ്വത്തവകാശം ഒരു മൗലികാവകാശമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഭരണഘടന നിലവിൽ വരുമ്പോൾ നമുക്ക് 7 അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 7 അവകാശങ്ങളിൽ ഒരവകാശമായിരുന്നു സ്വത്തവകാശം. എന്നാൽ 1978 ഭരണഘടനാ ഭേദഗതി 44 മൊറാർജി ദേശായിയുടെ കാലത്ത് സ്വത്തവകാശം 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശമല്ലാതായി മാറി. അത് മൗലികാവകാശമല്ലാതായി മാറി. അപ്പൊ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങളുണ്ട്. അതിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? സ്വത്തവകാശം. ഈ 7 എണ്ണത്തിൽ ഒന്നാണ് സ്വത്തവകാശം. 1978 മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ കാലത്ത്, ഏതാണ് ആ ഗവൺമെന്റ്? മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ കാലത്ത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറുന്നു. അതോടുകൂടി നിലവിൽ ഭരണഘടനയിൽ 6 മൗലികാവകാശങ്ങൾ മാത്രമാണുള്ളത്. ആ 6 മൗലികാവകാശത്തിൽ ഇപ്പോൾ സ്വത്തവകാശത്തിന്റെ സ്ഥിതി മൗലികാവകാശമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം വരും, അപ്പൊ സ്വത്തവകാശം, നേരത്തെ പറഞ്ഞു മൗലികാവകാശങ്ങൾ മാത്രമേ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടൂ. അങ്ങനെയല്ല, നമുക്ക് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. സ്വത്തവകാശം എന്തവകാശമാണ്? നിയമാവകാശമാണ്.
ആർട്ടിക്കിൾ 300A ആണ് സ്വത്തവകാശം ഇപ്പോൾ നിലവിലുള്ളത്. അത് ഭരണഘടനയുടെ 12ാം ഭാഗത്താണ്. സ്വത്തവകാശം നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 300A ഇപ്പോൾ സ്വത്തവകാശമുള്ളത്. അത് നിയമാവകാശമാണ്. അത് ഭരണഘടനയുടെ 12ാം ഭാഗത്താണ്. ഒപ്പം തന്നെ ഓർക്കുക, വോട്ടവകാശം അഥവാ സമ്മതിദാനാവകാശം എന്ന് പറയുന്നത് ഒരു നിയമാവകാശമാണ്. അത് മൗലികാവകാശമല്ല. സമ്മതിദാനാവകാശം എന്ന് പറയുന്നത് ഒരു നിയമാവകാശമാണ്. അതും കൂടി ഓർക്കുക. അതായത് അതും നമ്മൾക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. അതിന് നിയമത്തിന്റെ പിൻബലമുണ്ട് എന്നർത്ഥം. എന്നാൽ മൗലികാവകാശമല്ല. അപ്പൊ നമ്മൾ അവിടെ നമുക്ക് മനസ്സിലായി ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്. ഇത് ഏറ്റവും കൂടുതൽ തവണ PSCക്ക് ചോദിച്ച ചോദ്യമാണ്. ഈ സ്വത്തവകാശം 44ാം ഭരണഘടനാ ഭേദഗതി, മൊറാർജി ദേശായി, അന്നത്തെ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി, കൊല്ലം 1978, മൗലികാവകാശങ്ങളിൽ പെടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വത്തവകാശം കൊട്ടക്കണക്കിന് പ്രാവശ്യം 10th പ്രിലിംസിനും യൂണിവേഴ്സിറ്റി LGS പ്രിലിംസിനും ഒക്കെ തന്നെ വന്ന ചോദ്യമാണിത്. ഈ അടുത്ത പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലികാവകാശമായി ഉൾപ്പെടുത്തുകയും 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തുമാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. എ. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ബി. അഭിപ്രായ സ്വാതന്ത്ര്യം. സി. ആവിഷ്കാര സ്വാതന്ത്ര്യം. ഡി. സ്വത്തവകാശം. ഇവിടെ സ്വത്തവകാശമാണ്. നോക്കൂ, ഇത്തവണ LGSന്റെ 4ാം ഘട്ടത്തിൽ ഈ ചോദ്യം വന്നിരുന്നു. PSCയുടെ ഉത്തര സൂചികയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം മൗലികാവകാശം അല്ലാതാക്കി മാറ്റിയിട്ടുണ്ട് PSC. ഞാനത് ഡിലറ്റ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതിന് ഉത്തരം കണ്ടെത്താം. അതിന് ഉത്തരം സ്വത്തവകാശം അല്ല, സഞ്ചരിക്കാനുള്ള അവകാശം മാറ്റി നിർത്തിക്കൊണ്ട് കണ്ടെത്താം. പക്ഷെ അത് അത്ര ആപ്റ്റല്ല ഒരു 10th പ്രിലിംസിന്റെ 10th ലെവൽ ചോദ്യങ്ങൾക്ക്. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. പക്ഷെ ഇവിടെ ക്ലിയർ ആണ്. ഇവിടെ സ്വത്തവകാശം അല്ലാതെ ബാക്കി എല്ലാതും, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ മറ്റെന്താ പറയുക, ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ ഒരു മൗലികാവകാശമായി ഉൾപ്പെടുത്തപ്പെട്ടതാണ്. ഇതൊക്കെ നിലവിലെ അവകാശങ്ങളും ആണ്. എന്നാൽ സ്വത്തവകാശം എന്തല്ല? മൗലികാവകാശം അല്ല. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? സമത്വത്തിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ മൗലികാവകാശമാണ്. ഇവിടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതി. പലതരത്തിൽ ചോദ്യം വരുമെന്നൊന്ന് കാണിച്ചു തരാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത്? സ്വത്തവകാശം. ബാക്കിയൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്തവകാശം. നോക്കൂ, ഇത്രയൊന്നും അല്ലട്ടാ, ഞാൻ കുറച്ചെണ്ണം എടുത്ത് കാണിച്ചു എന്ന് മാത്രം. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തത് 44ാം ഭേദഗതിയിലൂടെയാണ്. 1978 ഈ ഭേദഗതി പാസ്സായത്. മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ കാലത്താണ്. നീലം സഞ്ജീവ റെഡ്ഡിയാണ് പ്രസിഡന്റ്. 1979 നിലവിൽ വന്നത്. നിലവിലെ സ്ഥാനം അനുച്ഛേദം 300A അനുച്ഛേദത്തിലാണ്. മുൻപേ 31ാം അനുച്ഛേദമായിരുന്നു. ഭരണഘടനയുടെ ഭാഗം 12 ഇപ്പോൾ. സ്വത്തവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻപ് ഭാഗം 3 മുൻപ് ഭാഗം 3 സ്വത്തവകാശം. കാരണം മൗലികാവകാശമാണ്. 31 19G ആണ്. എനിക്കൊന്നും കൂടി നോക്കണം കേട്ടോ, അവിടെ എഴുതിയിട്ടുണ്ട്. 19 വരുമ്പോൾ ഭാഗം 12 നിയമാവകാശം. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ്. 19G ആണോന്ന് എനിക്ക് നോക്കണേ. നമുക്കൊന്നൊരു കോഡ് വെച്ചിട്ട് ഉറപ്പിക്കുകയും ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? എനിക്കറിയാം, നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ സ്വത്തവകാശം ഇല്ല. പിന്നെ എന്താ അവകാശം ഉള്ളത്? തുല്യ ജ്യോതിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം, വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, സമത്വത്തിനുള്ള അവകാശമുണ്ട്. നമുക്ക് മൗലികാവകാശങ്ങൾ ഏതാണെന്ന് കാണാം, പേടിക്കണ്ട. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം ഇല്ല. അത് നിർദ്ദേശക തത്വത്തിലാണ് വരുന്നത്. നിർദ്ദേശക തത്വത്തിലുള്ളത് മൗലികാവകാശമല്ല. കോടതിയെ സമീപിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഉത്തരം തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശമാണ്.
മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സമത്വത്തിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അത് നമ്മുടെ 6ാമത്തെ മൗലികാവകാശമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് 3മുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം എന്നാണ് ഉത്തരം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിലാണ്. മൗലികാവകാശം എന്ന് പറയുന്നത് ഭരണഘടനയുടെ 3ാം ഭാഗത്തിലാണ്. ഓർത്തു വയ്ക്കുക, ഈ ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഓർത്തു വയ്ക്കുക. പലതവണ PSCക്ക് ചോദിച്ചതാണ്. 3ാമത്തെ ഭാഗം മൗലികാവകാശമാണ്, ഭാഗം 3. 4ാമത്തെ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിനുള്ള ഭാഗങ്ങളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ക്ഷേമരാഷ്ട്രം എന്ന് കണ്ടാൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് എഴുതണം. അത് ഭാഗം 4ലാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. രാജ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. മൗലികാവകാശം കടമെടുത്തിട്ടുള്ളത് നമ്മൾ USA നിന്നാണ്. മറ്റൊന്നാണ് മൗലിക കർത്തവ്യങ്ങൾ 4A. നേരത്തെ നമ്മൾ 44ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പഠിച്ചു. ഏതുമായി ബന്ധപ്പെട്ടതാണ്? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ് കൊല്ലം? 1978 അതിന് 2 കൊല്ലം മുമ്പ് 1976 അടിയന്തരാവസ്ഥ കാലത്ത് 42ാം ഭരണഘടനാ ഭേദഗതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വരുന്നുണ്ട്. ആ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ വന്നതാണ് 4A ഭാഗത്തുള്ള മൗലിക കർത്തവ്യങ്ങൾ. അന്ന് ഉൾപ്പെടുത്തിയത് 10 മൗലിക കർത്തവ്യങ്ങളാണ്. സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മിറ്റി. അപ്പോൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ മൗലികാവകാശം, ഭരണഘടനയുടെ 4ാം ഭാഗത്ത് നിർദ്ദേശക തത്വങ്ങൾ, ഭരണഘടനയുടെ 4A ഭാഗത്ത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1978 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, ഈ 42ാം ഭരണഘടനാ ഭേദഗതിക്ക് അതിനെക്കുറിച്ച് കൂടി നിങ്ങൾ അറിയണം. ആ 42ാം ഭരണഘടനാ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് വിളിക്കും, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കും. ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ ആമുഖം ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെടുന്നത് ഒരേ ഒരു തവണ മാത്രമാണ്. ആ ഭേദഗതി ചെയ്ത ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 42. 42 ആമുഖം ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതിയിൽ 1976 ഇത് ഭേദഗതി ചെയ്യുമ്പോൾ ആ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. ഒന്ന് മതേതരത്വം, മറ്റൊന്ന് സോഷ്യലിസം, മറ്റൊന്ന് അഖണ്ഡത. സ്ഥിതി സമത്വം എന്നാണ് SCERT ബുക്കിൽ സോഷ്യലിസത്തെ പറഞ്ഞിട്ടുള്ളത്. അത് ആ വാക്ക് ഓർത്തിരിക്കുക. മറ്റൊന്ന് ഇൻ്റഗ്രിറ്റിക്ക് അഖണ്ഡത എന്നുള്ള വാക്കും. ഈ 3 വാക്കുകളാണ് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഓക്കെ, അവിടെ ക്ലിയർ ആയല്ലോ. ഇതൊക്കെ PSCക്ക് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു? ഇല്ല. അയർലൻഡിന്റെ ഭരണഘടനയുമായി കടപ്പെട്ടിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ കടന്നു വന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. പക്ഷെ രാജ്യത്തെ പറയുകയാണെങ്കിൽ അത് അയർലൻഡാണ്. മൗലികാവകാശങ്ങൾ കടപ്പെട്ടിട്ടുള്ളത്, നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. തെറ്റാണ്. ഇന്ത്യയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. സോ ഇവിടെ 1ാമത്തെ പ്രസ്താവന ശരിയാണ്, 4ാമത്തെ പ്രസ്താവനയും ശരിയാണ്. ബാക്കി 2 പ്രസ്താവനകളാണ് തെറ്റ്. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 2ഉം 3ഉമാണ് ഉത്തരം. ഇവിടെ 2ഉം 3ഉം വരുന്നത് B ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഒരല്പനേരം നമ്മുടെ ചില കോഴ്സുകളെ പരിചയപ്പെടാം. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം, ഇല്ലാത്തവർക്ക് ഫാസ്റ്റ് ഫോർവേഡായി പോവാം. ഇപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നൽകുന്നത് 1 വർഷത്തെ കോഴ്സുകളാണ്.
ഈ ഒരു വർഷത്തെ കോഴ്സുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഫ്രീ ആണ്. ക്ലാസ്സുകൾ ഉണ്ടാവും, പഠിക്കാനുള്ളത് തരും, നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് റാങ്ക് ഫയലോ അല്ലെങ്കിൽ മറ്റ് യൂട്യൂബ് വീഡിയോസുകളോ നോക്കി പഠിക്കാം. അതല്ല, ഒരു റാങ്ക് ഫയലിന് നിങ്ങൾക്കറിയാം 400-500 രൂപ വിലയുണ്ട്. 10ാം ക്ലാസ് നിലവാരത്തിലുള്ള മുഴുവൻ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2020 വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷകൾക്കും ഫുൾ സിലബസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഫുൾ സിലബസിൻ്റെയും വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കുന്ന ഫുൾ സിലബസ് അതിലുണ്ടാവും PDF ആയിട്ട്. അതിൻ്റെ വീഡിയോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അതിനൊരു ലേണിംഗ് പ്ലാനും ഉണ്ടായിരിക്കും. ഫുൾ വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കും, അത് കൂടാതെ അതിന് എന്തുണ്ടായിരിക്കും, ഒരു ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. ഏതെല്ലാം എക്സാമിന്? അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജസ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ, ഇതിനെല്ലാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഒരൊറ്റ ഒന്ന്. അതിൻ്റെ മുഴുവൻ PDF അവിടെ ഉണ്ട്, അതിൻ്റെ മുഴുവൻ വീഡിയോ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ക്രമേണ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 1000-ലധികം ഉണ്ട്, ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. കംപ്ലീറ്റ് സിലബസ് 2024 തന്നെ അല്ല 25 ഏകദേശം പകുതിയാകുമ്പോഴേക്കും ഇപ്പം തന്നെ 75% പ്രിലിംസിൻ്റെ ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി മെയിൻസ് വരുമ്പോൾ ആ എക്സാമിനനുസരിച്ചിട്ട് ചേർക്കേണ്ട ചില കാര്യങ്ങളേ ഉള്ളൂ. മെയിൻസിൻ്റെ സിലബസ് മാറ്റം വന്നാൽ അതിനനുസരിച്ച് മാറ്റം വരുത്തണ്ടേ. ഒരു എക്സാം പുതു വരുമ്പോൾ അത് മുഴുവൻ ലഭിക്കുന്ന കംപ്ലീറ്റ് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് ഇപ്പോൾ നിങ്ങൾക്ക് 499 രൂപ മാത്രമാണ് ഒരു വർഷത്തേക്ക്. ഇതിൽ ലൈവ് ക്ലാസ് ഇല്ല. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് 1000-2000 ആളുകൾ ചേരുന്ന ലൈവ് ക്ലാസ്സിൽ ചേർന്നാൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് എത്ര തീർക്കാൻ പറ്റും? അത്രയേ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ 499 രൂപ മാത്രമാണ് ഇത്രയും ക്ലാസ്സുകൾക്ക് ഒരു വർഷത്തേക്ക്. അതിൽ ഡെയിലി ലേണിംഗ് പ്ലാൻ, ലൈവ് ക്ലാസ് ഉണ്ട്, ഡെയിലി എക്സാംസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, PDF നോട്ടുകളുണ്ട്. ഇനി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടണമെങ്കിൽ നമ്മൾ 1200 രൂപയാണ്. 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കേരളത്തിലെ ഏതെല്ലാം ആളുകൾ ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ടോ അതിന് സമാനമായ രീതിയിൽ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ പ്രത്യേകത, ലൈവ് ക്ലാസ്സിൽ വന്ന ഒരാൾക്ക് ചാറ്റ് മാത്രമായിട്ടല്ല, നേരിട്ട് എന്നോട് സംസാരിക്കാം, സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ആയിട്ടേ അടുത്ത പോയിന്റിലേക്ക് പോവുള്ളൂ. മറ്റൊരാളും സംശയം ചോദിക്കുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം. അവിടെ ലൈവ് ക്ലാസ്സുകളോട് കൂടിയ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന കംപ്ലീറ്റ് ക്ലാസ്സുകളുമായിട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് 1200 രൂപ മാത്രം. മാസമാണെങ്കിൽ 150 രൂപയ്ക്ക്. എൻ്റെ ലാസ്റ്റ് പ്രോഗ്രാം അത് ഞാൻ പറഞ്ഞ 1200 ആക്കുന്നതിന് നമ്മളെ ലൈവ് ക്ലാസ്സിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറയണം, കുറഞ്ഞ ആളുകളെ മാത്രം വെച്ചുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത പ്രോഗ്രാമാണ് വിത്ത് മെന്ററിങ്. ആ മെന്ററിങ് എന്ന് പറയുന്നത് ഡെയിലി മെന്ററിങ് ആണ്. വെറുതെ മെന്ററിങ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി തരികയല്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് നിങ്ങളെ പഠനത്തിൽ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ട് വീക്കിലി 2 പ്രാവശ്യം ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് വെറും 100 പേർക്ക് മാത്രം പ്രവേശനമുള്ള, ദിവസവും ആക്റ്റീവായി ഞാൻ നിങ്ങളോടൊപ്പമുള്ള ഒരു ഗ്രൂപ്പാണ്. അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ എത്ര തവണ ചോദിക്കാം, ഗുണനം തൊട്ട് ഹരണം വരെ. ഇനി മുകളിലുള്ള ഒരു മാത്സ് ക്ലാസ് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ എങ്ങനെ ഓർമ്മയിൽ നിർത്താം, ഈ എല്ലാ ടെക്നിക്കുകളും പ്രാക്ടീസ് ചെയ്യുന്ന മെന്ററിംഗ് ക്ലാസ്സുകളോടുകൂടി 100 പേർക്ക് മാത്രം. ഈ മറ്റ് 2 എക്സാമുകൾക്കും ജോയിൻ ചെയ്യാൻ താഴെ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ ലിങ്ക് ജോയിൻ ചെയ്താൽ മതി. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ 4999 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. 8000 രൂപയുടെ കോഴ്സാണ്. ഓഫർ പ്രൈസ് 5500 ആണ്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ 4999 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാശ് അടച്ചിട്ട് കാര്യമില്ല. അതിന് ഞാൻ ലിങ്കും തരില്ല. നിങ്ങൾ എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, വിളിക്കേണ്ട. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. നമ്മുടെ പ്രോഗ്രാം എന്താണെന്ന് പറയും. തീർത്തും താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാട്സപ്പ് ചെയ്താൽ മതി. എനിക്ക് കൂടി തോന്നണം. നിങ്ങൾ ജോലിക്കാരനായിക്കോട്ടെ, നിങ്ങൾക്ക് സമയമില്ല എന്നുള്ള പ്രശ്നമായിക്കോട്ടെ, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നണം. അങ്ങനെയുള്ള 100 പേർക്ക് ഇപ്പോൾ നിലവിൽ 24 പേര് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരാളും കൂടിയാണ് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക, 25. അത് കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് ജോയിൻ ചെയ്യും. 2-3 പേര് നിൽക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയാകുമ്പോഴേക്കുള്ള 25 പേർക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു തുടങ്ങും. അപ്പോൾ വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇനി ആകെ അതിലുള്ളത് 76 സ്ലോട്ടുകളാണ്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം
ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടന 6 തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണത്? ഭാഗം 3ലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. ഭാഗം 3ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരിയാണ്. റഷ്യൻ ഭരണഘടനയിൽ നിന്നാണോ? അല്ല. റഷ്യൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് മൗലിക കർത്തവ്യങ്ങളാണ്. ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളാണ് റഷ്യൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. ന്യായവാദാർഹമാണ്, ജസ്റ്റിഫയബിൾ ആണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ശരിയാണ്. അപ്പം അതിൽ 2 മാത്രമാണ് തെറ്റ്. അപ്പം ശരിയായത് എന്ന് പറഞ്ഞാൽ 1, 3, 4 ഇവിടെ 1, 3, 4 വരുന്നത് പ്രസ്താവന ബി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് മൗലികാവകാശങ്ങളാണ്. ഇനി എന്താണ് സിലബസ് അനുസരിച്ചിട്ടുള്ള SCERT ചാപ്റ്റർ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. 6ാം ക്ലാസ്സിൽ ചാപ്റ്റർ 10 ജനാധിപത്യവും അവകാശങ്ങളും സിമ്പിളായി നിങ്ങൾക്ക് വായിച്ചു പോകാൻ പറ്റാവുന്ന ഒരു ഭാഗമാണ്. ഈ എക്സാമിന് മുമ്പേ അതൊന്ന് വായിക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ചാപ്റ്റർ 10 ഭരണഘടന, നമ്മുടെ ഭരണഘടന 6ാം ക്ലാസ്, പഴയ 7ാം ക്ലാസ്, പഴയ 7ാം ക്ലാസ്സിലുള്ള പാഠമാണ് നമ്മുടെ ഭരണഘടന. 7ാം ക്ലാസ്സിലെ പുതിയ പാഠം വന്നു. ഏതൊക്കെ പുതിയ പാഠങ്ങൾ പഠിക്കണമെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സമഗ്രയിൽ പോയാൽ കിട്ടില്ല. പക്ഷേ നമ്മുടെ ആപ്പിലുണ്ട്. ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസിൽ 7ാം ക്ലാസ്സിലെ പാഠം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവിടെ ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന. 8ാം ക്ലാസ്സിൽ നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. 9ാം ക്ലാസ്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. മൗലികാവകാശങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ചോദ്യങ്ങൾ വരിക, മനുഷ്യാവകാശങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ അതും ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തു നിന്നാണ് വരിക. ചോദ്യങ്ങൾ ധാരാളം വരുന്ന ഭാഗമാണ് അവകാശങ്ങളും കർത്തവ്യങ്ങളും. മൗലികാവകാശങ്ങൾ കഴിഞ്ഞാൽ, പക്ഷേ ഈ മൗലികാവകാശങ്ങളെ കൃത്യമായ ഒരു ഐഡിയ കിട്ടാൻ ഈ പാഠം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ കർത്തവ്യങ്ങളുമായും ബന്ധപ്പെട്ട് സൂക്ഷ്മമായ ചോദ്യം വന്നിട്ടുണ്ട്. നേരത്തെ തുല്യ ജോലിക്ക് തുല്യ വേതനം, അത് മൗലിക നിർദ്ദേശക തത്വങ്ങളിലാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് അതൊക്കെ തന്നെ അവിടെ പറയുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ പാഠം. ചാപ്റ്റർ 8 തെരഞ്ഞെടുപ്പും ജനാധിപത്യവും സമയമുണ്ടെങ്കിൽ വായിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ചോദ്യങ്ങൾ വന്നേക്കാം, അത് പഠിക്കണം. ചാപ്റ്റർ 10 പൗരബോധം. അതിലേറ്റവും പ്രധാനപ്പെട്ട പാഠം നിങ്ങൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളുമാണ്. തിരിച്ചു പോകാം. ഇനി അടുത്തതിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഇന്ത്യൻ പൗരന്റെ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലികാവകാശങ്ങളാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാഗ്ന കാർട്ട, അവിടെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട വരാറുണ്ട്. അത് 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് പിന്നീട് രാജ്ഞി, ബ്രിട്ടീഷ് പാർലമെന്റ്, അതുപോലെ തന്നെ രാജ്ഞിയും ഭരണം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിലാണ്. പക്ഷേ ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഇപ്പോൾ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, അതും മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് 2 പേര് കിട്ടിയല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട. മറ്റേത് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട, ഇത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വരുമ്പോൾ അത് 1857 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിക്ടോറിയ രാജ്ഞി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഭരണം മാറുന്ന ആ ഉത്തരവാണ്. ആർട്ടിക്കിൾ 114 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ആർട്ടിക്കിൾ 14 ആണെന്ന് പറയുന്നില്ലെങ്കിലും ആ ഭാഗം പറയുന്നുണ്ട്. അതുകൊണ്ട് ആർട്ടിക്കിൾ 14, 15, 16, 17 ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. 10th പ്രിലിംസിന് വരുന്ന ചോദ്യമാണിത്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത, നിയമത്തിന്റെ മുന്നിൽ തുല്യത, ആ പദവി, ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ 14 നിയമത്തിന്റെ മുന്നിൽ തുല്യതയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഓർത്തു വെക്കണം. ആർട്ടിക്കിൾ 14 നിയമത്തിന്റെ മുന്നിൽ തുല്യതയാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയും.
ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നൊരു ആശയം വേറെയുണ്ട്. ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ളതാണ് നിയമത്തിന്റെ മുന്നിൽ തുല്യത. അത് ആശയം ബ്രിട്ടനിൽ നിന്നാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, തുല്യ സംരക്ഷണം, തുല്യ നിയമ സംരക്ഷണം. അപ്പോൾ അവശനായ ഒരാൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനും ഒരു വൃദ്ധനും കൂടി യാത്ര ചെയ്യുകയാണ്. രണ്ടുപേർക്കും തുല്യാവകാശം ഉറപ്പാക്കണമെങ്കിൽ വൃദ്ധന് വേണ്ടി സീറ്റ് റിസർവ് ചെയ്യണം. ഇല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിട്ട് മാറും. അതിനെ ആലോചിച്ചാൽ മതി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രൊട്ടക്ഷൻ ഓഫ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയിൽ നിന്നാണ് സംവരണം വരുന്നത്. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യം. ഒന്ന് പോസിറ്റീവ് ആശയമാണെങ്കിൽ ഒന്ന് നെഗറ്റീവ് ആശയമാണെന്ന് പറയും. ഈക്വാലിറ്റി ബിഫോർ ലോ എന്നതൊരു നെഗറ്റീവ് ആശയമാണ്. അതായത് നിയമത്തിന് മുന്നിൽ ആരും പ്രത്യേക പരിഗണനയ്ക്ക് ഇല്ല. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നത് പോസിറ്റീവ് ആശയമാണ്. എല്ലാവർക്കും നിയമത്തിന്റെ തുല്യ പരിരക്ഷ ലഭിക്കും. അടുത്തത് മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിളുകൾ ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. 14ാമത്തെ വയസ്സിലാണല്ലോ നമ്മളെല്ലാവരോടും തുല്യരാണ്, എന്താ പിന്നോട് അങ്ങനെ പെരുമാറണം എന്നൊക്കെ തോന്നുക. 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും വിവേചനത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ടെന്നും അത് ഉറപ്പ് നൽകുന്നു. രണ്ട് കാര്യം ഓർത്തു വയ്ക്കുക. നിയമത്തിന് മുന്നിൽ നമ്മൾ എല്ലാവരും തുല്യരാണ്, വിവേചനത്തിൽ നിന്ന് അത് സ്വാതന്ത്ര്യം നൽകുന്നുമുണ്ട്. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അനുച്ഛേദം 19 മുതൽ 22 വരെയാണ്. 14 to 18 4 ഇവിടെ എത്ര എണ്ണം? 4 കഴിഞ്ഞാൽ 5 അല്ല 4 19 മുതൽ 22 വരെ 3 4 തന്നെ. അപ്പൊ 14 to 18 പിന്നെ 19 to 22 ഓർത്തു വെക്കാൻ എളുപ്പമാണ്. എന്തൊക്കെ തരത്തിലുള്ള അവകാശങ്ങൾ? വാക്കിന്റെയും ആവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യം അത് പറയുന്നുണ്ട്. സമാധാനപരമായി ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനും താമസിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഇതാണ് മറ്റൊരു കൊണ്ടുപോയിട്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കിയത് കഴിഞ്ഞ പ്രാവശ്യം. ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ വാക്കിന്റെ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, സമാധാനപരമായി സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തുല്യ ജോലിക്ക് തുല്യ വേതനമെന്നോ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമെന്നോ തൊഴിൽ ഉറപ്പിച്ചു തരണമെന്നോ ഇതൊന്നുമില്ല. ഇതൊന്നും നമുക്ക് കോടതിയിൽ പോയി ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഏതെങ്കിലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. ഈ 6 സ്വാതന്ത്ര്യങ്ങൾ പഠിച്ചു വെക്കുക. 6 മൗലികാവകാശങ്ങളിലുള്ള അതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 to 22. അടുത്തതാണ് ചൂഷണത്തിനെതിരായ അവകാശം. ചൂഷണത്തിനെതിരായ അവകാശം എന്ന് പറഞ്ഞാൽ അനുച്ഛേദം 23 24 14 to 18 സമത്വം. സമത്വം കഴിഞ്ഞാൽ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം കഴിഞ്ഞാൽ അനുച്ഛേദം 23 മുതൽ 24 വരെ 2 ചൂഷണത്തിനെതിരായ അവകാശം. അവിടെയാണ് മനുഷ്യക്കടത്ത്, നിർബന്ധിത തൊഴിൽ, കുട്ടികളെ തൊഴിലിൽ ഏർപ്പെടുത്തൽ എന്നിവയ്ക്കുള്ള പരിരക്ഷ 23 24 ഏതൊക്കെയാ? മനുഷ്യക്കടത്തുണ്ട്, നിങ്ങളെ നിർബന്ധിതമായി തൊഴിൽ ചെയ്യിപ്പിക്കാൻ പറ്റില്ല, കുട്ടികളെ തൊഴിലിൽ ഏർപ്പെടുത്താൻ. ഇതൊക്കെ തന്നെ തടയുന്ന ഒന്നാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 24. അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അനുച്ഛേദം 25 28 ഓർക്കുക, ഇത് പലപ്പോഴും ന്യൂനപക്ഷ അവകാശ സ്വാതന്ത്ര്യമായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു മതം സ്വീകരിക്കാനും പ്രചരിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ്. മതപരമായ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ നിരോധിക്കലാണ്. ഇതൊക്കെ ഉൾപ്പെടുന്നു. ഇന്ത്യക്ക് ഔദ്യോഗികമായൊരു മതമില്ല എന്നുള്ളത് ഇവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സ്റ്റേറ്റിന് മതമില്ല, അത് ആമുഖത്തിൽ തന്നെ ഇംപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം, മതപരമായ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് മതന്യൂനപക്ഷമാണ്. മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഏതൊന്നും ന്യൂനപക്ഷമാണ്. അവിടെ ഭൂരിപക്ഷമല്ലെങ്കിൽ അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിലാണ് വരിക. ന്യൂനപക്ഷങ്ങൾക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം. ഒരു മതം ഒരു രാജ്യത്ത് ന്യൂനപക്ഷമാകുമ്പോൾ
ആ ന്യൂനപക്ഷ പദവി ഉള്ളത് കൊണ്ടാണ് അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം. ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള അവകാശത്തിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുക. പരീക്ഷയ്ക്ക് വന്നാൽ അത് ന്യൂനപക്ഷ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. വേർതിരിച്ചറിയണം. പരീക്ഷയ്ക്ക് വന്നാൽ വിദ്യാഭ്യാസപരമായ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിൽ നിന്നാണ്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയും ലിപിയും സംസ്കാരവും സംരക്ഷിക്കാനുള്ള അവകാശവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്താനുമുള്ള അവകാശവുമുണ്ട്. ഇതിൽ നിന്നാണ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ, അത് മതസ്ഥാപനങ്ങളാണെങ്കിൽ പോലും അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ സാധിക്കുന്നത്. കാരണം അതിൻ്റെ ഭാഷയും അതിൻ്റെ ലിപിയും അതിൻ്റെ സംസ്കാരവും സംരക്ഷിക്കാൻ അത് പ്രത്യേകം വ്യവസ്ഥ നൽകുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ആറാമത്തേതാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അത് അനുച്ഛേദം 32 നമ്മുടെ BR അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് അല്ലെങ്കിൽ ഹൃദയം എന്ന് വിളിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് ആമുഖമായിരുന്നു പ്രിയപ്പെട്ടതെങ്കിൽ അംബേദ്കറിന് പ്രിയപ്പെട്ടത് ഈ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നുള്ള അനുച്ഛേദം 32. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഇത് നൽകുന്നു. ഈ അവകാശത്തെ റിട്ടുകളുടെ അവകാശം എന്ന് വിളിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമാണ് ഈ അനുച്ഛേദം 32 നൽകുന്നത്. അപ്പൊ സുപ്രീം കോടതി ആ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ് റിട്ടുകൾ. റിട്ടുകൾ 5 തരത്തിലാണ്. അത് അനുച്ഛേദം 32 പ്രകാരമാണ് നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനാവുക. അതുകൊണ്ടാണ് അതിനെ റിട്ടുകളുടെ അവകാശം എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതല്ല? നമ്മൾ നേരത്തെ കണ്ടു, സമത്വത്തിനുള്ള അവകാശം മൗലികാവകാശമാണ്. സ്വത്ത് വാങ്ങാനുള്ള അവകാശം പണ്ട് മൗലികാവകാശമായിരുന്നു, ഇപ്പോഴല്ല. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇന്ത്യയിൽ യാത്ര ചെയ്യാനുള്ള അവകാശം, സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇത് ആർട്ടിക്കിൾ 21A നിന്ന് വന്നതാണ്. ഭരണഘടനാ ഭേദഗതി ഓർക്കുന്നുണ്ടോ? ഓർക്കണം, കമന്റ് ചെയ്യൂ. അപ്പോ ആൻസർ ഡി ആണ് ഇവിടെ വരിക. സ്വത്ത് വാങ്ങാനുള്ള അവകാശം ഒഴികെ ബാക്കിയെല്ലാം തന്നെ. ഇവിടെ ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള അവകാശം പ്രാവശ്യം അവർ ഒഴിവാക്കിയിട്ടുണ്ട്. 1, 3, 4, 6 നമുക്ക് എവിടുന്ന് കിട്ടും? സമത്വത്തിനുള്ള അവകാശമുണ്ട്. അപ്പോൾ 1 ഓക്കെ. സ്വത്ത് വാങ്ങാനുള്ള അവകാശമില്ല. 1 വരണം, 2 പാടില്ല. അപ്പൊ ഇത് പറ്റില്ല. ഇവിടെ പറ്റും, ഇവിടെ പറ്റും, ഇവിടെ പറ്റും. ഇനി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഉണ്ട്. അപ്പോൾ 2, 4 നിർബന്ധമായി, 1, 3, 4 വരണം. 1, 3, 4 ഇവിടെ വരുന്നുള്ളൂ. അങ്ങനെ മാത്രമാണ് നമുക്ക് 5 ഒഴിവാക്കാൻ പറ്റുക. ശരിക്കും 5 ഒഴിവാക്കാൻ പറ്റില്ല. അതും അവകാശം തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ടു. പക്ഷെ PSCയുടെ ആൻസർ കീ ഡി ആണ്. ഈ അടുത്ത് ചോദിച്ച ചോദ്യമായതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 14, 15, 16, 17, 18 ഓർത്തു വയ്ക്കാൻ. 19 ഓർത്തു വയ്ക്കണം. 14 മുതൽ നിങ്ങൾക്കറിയാം 18 വരെ 5 എണ്ണം. ആർട്ടിക്കിൾ 14 to 18 5 എണ്ണം. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സമത്വവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം എന്ന് പറയുമ്പോൾ സമത്വം 15 മുതൽ 18 വരെയാണെന്ന് അറിയുന്ന ഒരാൾക്ക് ഈ 2 ഓപ്ഷൻ ഒഴിവാക്കാൻ പറ്റും. ഇനി 15ഉം 16ഉം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്കി കുത്തൽ നോക്കാം. 2 ഓപ്ഷനൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ 14ഉം 15ഉം 16ഉം 17ഉം 18 നിങ്ങൾ പഠിച്ചു പോകണം. കാരണം അത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. പൊതു നിയമനങ്ങളിലുള്ള അവസര സമത്വം അനുച്ഛേദം 16 മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം, വാസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരനും പൊതു നിയമനങ്ങളിൽ വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നത് അനുച്ഛേദം 16 അനുച്ഛേദം 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന്. സമത്വം തന്നെ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അനുച്ഛേദം 15 വിവേചനം പാടില്ല. അനുച്ഛേദം 15 വിവേചനം പാടില്ല. 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. 17 തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നു. അനുച്ഛേദം 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പാസാക്കിയ ഭരണഘടനാ വകുപ്പ്. അനുച്ഛേദം 18 പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. പക്ഷെ സൈനികർക്കും
അക്കാദമിക് വിദഗ്ധർക്കും അത് ഉപയോഗിക്കാം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി. ആർട്ടിക്കിൾ 14 നമ്മൾ നേരത്തെ പഠിച്ചു, അത് രാഷ്ട്രപതിയാണ്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്നത് അനുച്ഛേദം 15 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 16 എന്ത് ചെയ്യാം, പഠിച്ചേ പറ്റൂ, പഠിക്കുക. 4-5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഇത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അവസര സമത്വം അനുച്ഛേദം 16 നമ്മളെന്ന് പഠിച്ചു. അയിത്താചരണം ഞാൻ പറഞ്ഞു അനുച്ഛേദം 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് പാസാക്കപ്പെട്ട പ്രമേയമാണ്. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചു 2022. 1955 അയിത്ത നിരോധനം നിലവിൽ വന്നത്. ആർട്ടിക്കിൾ 17 അയിത്തവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമം ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അസ്പൃശ്യത എന്ന് പറയുന്നതും അയിത്തവുമായി ബന്ധപ്പെട്ടതാണ്. അൺടച്ചബിലിറ്റി, അതും ആർട്ടിക്കിൾ 17 തന്നെ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സ്വാതന്ത്ര്യമാണ് വരുന്നത് മക്കളെ. നമുക്കറിയാം 14 മുതൽ 18 വരെ സമത്വമാണ്. അടുത്തത് സ്വാതന്ത്ര്യമാണ്. 19 മുതൽ എത്ര വരെ? 22 വരെ. ഇവിടെ 19 മുതൽ 22 വരെ 14, 15, 17 പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെങ്കിലും സാമാന്യമേനെ അറിയുമെങ്കിൽ നമുക്കിവിടെ ചിലപ്പോൾ ഉത്തരം കിട്ടിയേക്കാം. അനുച്ഛേദം 19 എന്ന് കിട്ടും. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഏതിലാണ്? നമ്മൾ നേരത്തെ കണ്ടു, അനുച്ഛേദം 19. അനുച്ഛേദം 19 1 ആണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ സ്വത്തവകാശം 19 ഐ ആയിട്ടായിരുന്നു കേട്ടോ. ഞാൻ ടി എന്നാണ് പറഞ്ഞത്, ഐ ആയിട്ട് ഉൾപ്പെടുത്തിയിരുന്നു. അത് ഇപ്പോൾ ഇല്ല, 144 ഭേദഗതിയിൽ ഒഴിവാക്കി. ഇ ആയിട്ട് എഫ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അത് 44 ഭേദഗതി വഴി ഒഴിവാക്കി. ഓർത്തിരിക്കുക. നിയമത്തിന്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങളൊക്കെ പഠിക്കണമെന്ന് മനസ്സിലായില്ലേ? ഫുള്ളല്ല ഈ മൗലികാവകാശങ്ങളിൽ വരുന്നത്. എത്ര ചോദ്യം! അത് വരുന്നത് 21 അനുച്ഛേദമാണ്. അനുച്ഛേദം 21, 22 എന്തിനുള്ള അവകാശമാണ്? ജീവിക്കാനുള്ള അവകാശവുമായി വരുന്നു. അവിടെ ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും അനുച്ഛേദം 21 വരുന്നു. ഇത് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നു. അനുച്ഛേദം 21 സ്വകാര്യതയ്ക്കുള്ള അവകാശം ഒരു മൗലികാവകാശമാണ്. നമ്മുടെ സ്വകാര്യതയിലേക്ക് ആരും എത്തി നോക്കാതിരിക്കാനുള്ള അവകാശം ഒരു മൗലികാവകാശമാണ്. അനുച്ഛേദം 21 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. KS പുട്ടസ്വാമി കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. പുകവലി നിരോധനം, പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ജീവിക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശം മുൻനിർത്തി അനുച്ഛേദം 21 പ്രകാരമാണ്. ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കൽ ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് അനുച്ഛേദം 21 അതും കൂടി നിങ്ങളവിടെ ഓർത്തിരിക്കുക. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത അവകാശങ്ങളാണ് 20ഉം 21ഉം. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ എത്ര മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാം? 6 മാസമാണ് കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുക എന്നോർക്കുക. അറസ്റ്റും കരുതൽ തടങ്കലും അനുച്ഛേദം 22. അനുച്ഛേദം 21 ജീവിക്കാനുള്ള അവകാശമാണെങ്കിൽ അറസ്റ്റും കരുതൽ തടങ്കലും അനുച്ഛേദം 22. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണിത്. അറസ്റ്റിന്റെ കാരണമറിയാനുള്ള അവകാശമുണ്ട്. ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുമുള്ള അവകാശമുണ്ട്. കരുതൽ തടങ്കൽ ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യുന്നതിന് മുമ്പായി നമ്മളെ തടവിൽ വെക്കേണ്ടി വരും. അങ്ങനെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യാം. ഇതാണ് കരുതൽ തടങ്കൽ. ആ കരുതൽ തടങ്കലിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 22. ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഓർക്കുക, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒരു നിരീക്ഷണം നടത്തിയാലോ ഒരു ഉത്തരവ് വരുത്തിയാലോ നിങ്ങൾ ഓർത്തിരിക്കണം. കറണ്ട് അഫയേഴ്സിൽ പ്രത്യേകിച്ചും
ഈ അടുത്ത PSC പരീക്ഷകളിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. അത് ഇന്റർനെറ്റ് ലഭ്യതയുമായി ബന്ധപ്പെട്ടതാണ്. ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 24 പ്രകാരമാണ്. മനുഷ്യക്കടത്ത് തൊട്ട് ഒട്ടനവധി കാര്യങ്ങൾ എന്തുണ്ട് അവിടെ? മാനുഷികമായി അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, മലിനരഹിതമായ ജലം, അപകടകരമായ വ്യവസായശാലകളിൽ നിന്നുള്ള സംരക്ഷണം, അന്തസ്സായ ജീവിത പരിതസ്ഥിതി ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഉപജീവനത്തിനുള്ള അവകാശമുണ്ട്, ജോലി ചെയ്യാനുള്ള ഉപജീവന മാർഗം കണ്ടെത്താനുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്, താമസ സൗകര്യത്തിനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ അടുത്ത കാലത്തായി നിരീക്ഷണങ്ങളിൽ വരുന്നതാണ്. സുരക്ഷിതമായ ഒരു വീട്ടിൽ താമസിക്കാനുള്ള അവകാശമുണ്ട്. ഇതിന്റെ PDF കവർ ചെയ്യുമ്പോൾ ഒന്ന് വായിച്ചു പോവുക. ഓക്കെ, ഇതെല്ലാം തന്നെ ആ അവകാശത്തിൽപ്പെട്ടതാണ്. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12 ഗുണമേന്മയുള്ള ബാലവേല ഉപയോഗിക്കാതെ നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക്, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്ന മാർക്കായിരുന്നു റെക് മാർക്ക് എന്നും, ഗുഡ് വ്യൂ ആണ് ഇപ്പോൾ റെക് മാർക്കിന് പകരം നൽകുന്നതെന്നും, ജൂൺ 12 ലോക ബാലവേല ദിന എന്നും ഓർത്തിരിക്കുക. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 20 മുതൽ 29-30 അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങളും മൗലികാവകാശങ്ങളും ലഭ്യതയും. ന്യൂനപക്ഷ അവകാശങ്ങൾ ആർട്ടിക്കിൾ 29 അത് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ ലഭ്യതയിൽ ഉൾപ്പെടും. ഇത് മത അവകാശമായി തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട. ഒരു ന്യൂനപക്ഷ മതത്തിനും ഇത് കിട്ടുമെന്ന് മാത്രം. അനുച്ഛേദം 15 അപ്പോൾ വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വമാണ്. 19 6 സ്വാതന്ത്ര്യങ്ങളാണ്. 19-ൽ 1-ൽ 29 ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കലാണ്. 30 ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഭാഗമാണിത്. അനുച്ഛേദം 20 മറ്റേ വിദേശ പൗരന്മാർക്ക് മറ്റൊന്നും ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. 20 കുറ്റകൃത്യങ്ങൾ ശിക്ഷയുമായി ബന്ധപ്പെട്ട സംരക്ഷണം. 21 ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും. 21 ഓർത്തിരിക്കുക, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം 21 ഉൾപ്പെടുന്നു. ബാക്കിയൊക്കെ പറഞ്ഞു പോയതാണ്. അത് ഞാൻ തരും, അത് ഉറപ്പിക്കണം. പരീക്ഷയ്ക്ക് വരാൻ ധാരാളം സാധ്യതയുണ്ട്. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിളിച്ചത്? 32ാം വകുപ്പിനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ഇപ്പൊ വിശേഷിപ്പിക്കപ്പെട്ട ആർട്ടിക്കിൾ 32 എന്നാൽ ആത്മാവെന്നും താക്കോലെന്നും ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ്, മറക്കണ്ട. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് അനുച്ഛേദം 32 എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ ആണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വരുന്നത്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് അതും 32ാം അനുച്ഛേദം തന്നെയാണ്. മൗലികാവകാശങ്ങളിൽ മൗലികാവകാശമായത്. അവസാനത്തെ ഒരു ചോദ്യവും കൂടി നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അനുച്ഛേദം 21 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നതെന്ന് പറയുന്നു. ഇതിലേതാണ് ശരി? പ്രസ്താവന 1, 2, 3 ശരി. എന്തുകൊണ്ട് 4 ശരിയല്ല? ഓർത്തിരിക്കുക, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് നിലവിൽ വന്നത്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യ്. എന്തുകൊണ്ട് 4 ശരിയല്ല? നിങ്ങളൊന്ന് കമന്റ് ചെയ്യ്. ഏതാണ് ഈ ഭരണഘടനാ ഭേദഗതി? ഒന്ന് കമന്റ് ചെയ്യൂ. വിദ്യാഭ്യാസ അവകാശ നിയമവും മറ്റ് നിയമങ്ങളും ഉൾപ്പെടുത്തിയ ഒരു ഹോട്ട് ടോപ്പിക് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേണം. നിങ്ങൾക്ക് ഏതാണ് ഇനി ഹോട്ട് ടോപ്പിക് തോന്നുന്നത് നിങ്ങളുടെ കണക്കിൽ? ഞങ്ങൾ എന്തുകൊണ്ട് ഇത് ഹോട്ട് ടോപ്പിക്കായി തിരഞ്ഞെടുക്കുന്നു? അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, നിങ്ങൾ കാണുന്ന ഹോട്ട് ടോപ്പിക്കുകൾ, മൈക്രോ ടോപ്പിക്കുകൾ, ഇങ്ങനെ മൗലികാവകാശം അങ്ങനെ ഏതാണ്? അതായത് ഇനി വരാൻ പോകുന്ന 10th പ്രിലിംസിന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന്, പഴയകാല 10th പ്രിലിംസും ആ നിലവാരത്തിലുള്ള പരീക്ഷാ ചോദ്യങ്ങളും നോക്കി നിങ്ങൾ ഏതാണ് കാണുന്നത്? നിങ്ങളൊന്ന് പറയൂ. ഓക്കെ, വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.